വെസ്റ്റേൺ ഗാനത്തിന് ശാസ്ത്രീയ നൃത്ത ചുവടുകളുമായി പാലക്കാട്ടുകാരി ചന്ദനവർമ്മ. ഹലോ, ഇതെൻ്റെ ഡാൻസ് ജേർണിയിലെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ബാഹുബലി ദ ബിഗിനിങ്, ബാഹുബലി ദ കൺക്ലൂഷൻ പോലെ ഇതെൻ്റെ ഒരു കൺക്ലൂഷനാണ് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് പാർട്ടായിട്ട് ചെയ്തത് ലെങ്ത്ത് ഒരുപാട് ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതിനു മുമ്പ് ഞാൻ ഒരു യൂട്യൂബറാണ്. യൂട്യൂബേഴ്സ് എന്താ ചെയ്യുക? ഇൻഫ്ലുവൻസ് ചെയ്യുക. അതായത് ഒരാളെ പോസിറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഞാൻ ഒരു മനുഷ്യനാണല്ലേ. അപ്പോൾ ഈ ഒരു മനുഷ്യനായ ഒരു പെൺകുട്ടിയാണ്. സോ ഒരാൾക്ക് ഒരു മനുഷ്യനല്ലെങ്കിൽ നെഗറ്റീവ് സൈഡും ഉണ്ടാവും, പോസിറ്റീവ് സൈഡും ഉണ്ടാവും അവരുടെ സ്വഭാവത്തിൽ. എനിക്കും എൻ്റേതായ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഞാനത് ഒരിക്കലും യൂട്യൂബിൽ വന്ന് കാണിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്നിലൂടെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ നല്ലത് മാത്രം ഇൻഫ്ലുവൻസ് ആവട്ടെ. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഞാൻ ഒരിക്കലും എൻ്റെ എല്ലാവർക്കും രണ്ട് മുഖങ്ങളുണ്ടാവും. ദേഷ്യപ്പെടുമ്പോൾ എല്ലാവർക്കും ഇപ്പം എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെടണം, മറ്റുള്ളവർക്ക് ആ കാര്യം ഇഷ്ടപ്പെടണം എന്നില്ല. അത് ഓരോരുത്തരുടെ കണ്ണാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഞാനൊരു പെർഫെക്റ്റ് ഗേൾ അല്ല. അങ്ങനെ ഞാൻ പറയാം. ഇതിന് കാരണമുണ്ട്. ഞാൻ ഫസ്റ്റത്തെ എൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിലൊരു കമൻറ്റ് വന്നു. കമൻറ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം ഞാൻ പോലും വിചാരിക്കാത്ത ആൾക്കാരെയായിരുന്നു ആ കമൻറ്റിൽ വന്നിട്ട് ഒരു കുട്ടി മെൻഷൻ ചെയ്തത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ക്ലാരിഫൈ ആയിട്ട് അറിയണം, എനിക്ക് നിന്നെ അറിയാം, ക്ലാരിഫൈ ചെയ്ത് പറയണമെന്ന്. ഓക്കെ, എന്നെ അറിയാവുന്ന വ്യക്തി ആയിക്കോട്ടെ. ഞാൻ പറയാം, എന്നെ ഫുള്ളായിട്ട് ആർക്കും അറിയില്ല. ഡാൻസ് ഒരു ആർട്ടായതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരേ സ്ഥലത്തുനിന്ന് മാത്രം എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് വൈഡ് റേഞ്ചിലുള്ള ഐഡിയാസ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തുനിന്ന് പഠിച്ച പല ഐഡിയാസും അതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഓക്കെ, സോ ഞാൻ ആരെയും എൻ്റെ ഫസ്റ്റത്തെ സ്റ്റോറിയിൽ ഒരാളെ പോലും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ആരുടെ പേരോ ഏത് സ്ഥലമാണെന്നോ എന്താണ് ആരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞു ആ കമൻറ്റിൽ, ഞാൻ നുണ പറയുകയാണ്, നുണക്കഥയാണെന്ന്. ഞാൻ അത് വേണമെങ്കിൽ അംഗീകരിച്ച് തരാം. ഞാൻ പറയുന്നത് നുണ ആയിക്കോട്ടെ. അതിൽ ഞാൻ ഏതൊരു വ്യക്തിയുടെയും പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, നീ എന്നെക്കുറിച്ചല്ലേ പറഞ്ഞത് എന്ന്. കാരണം ഞാൻ അതിൽ ആരുടെയും പേര് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ സ്റ്റോറിക്ക് ഒരു വ്യക്തതയില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ ആ സ്റ്റോറി പറഞ്ഞു? പൊതുവേ ഞാൻ എൻ്റെ യൂട്യൂബിൽ എപ്പോഴും സ്റ്റോറീസ് പറയുന്നൊരു വ്യക്തിയാണ്. കഥകളായിട്ട് മാത്രം എടുക്കുക എന്ന്. എൻ്റെ ഷോർട്സൊക്കെ കണ്ടുവരുന്ന ഡെയിലി എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ച് പേരുടെ പേര് പറയാം. അതായത് നീലാംബരി, പിന്നെ വിനോദ് കുമാർ, പിന്നെ കുറച്ച് ഹെദപ്പുണ്ടല്ലേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന വിനോദ് കുമാർ, പിന്നെ വിഷു എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് നിന്നുള്ള ചേച്ചി, പിന്നെ നിഷ മേധ, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ പേര് കിട്ടുന്നില്ല. ഇവരൊക്കെ ഡെയിലി എൻ്റെ വീഡിയോസ് കാണുന്നതും കമൻറ്റ് ചെയ്യുന്നവരുമാണ്. അവർക്കറിയാം കഥകളായിട്ട് മാത്രം എടുക്കുക എന്നുള്ളത് ഞാൻ പറയും. അപ്പം മേ ബി ആ ഒരു സ്റ്റോറിയിൽ എൻ്റെ പാർട്ട് 1 കാണാത്തവർക്ക് ഞാനിപ്പോൾ പറയുന്നതൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണേ. അപ്പോൾ ആ പാർട്ട് 1 ഞാൻ ഒരു വ്യക്തിയുടെയും പേര് അതിൽ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത്, ക്ലാരിഫൈ ചെയ്ത് പറയണം എന്നുള്ളതാണ്. ഞാൻ ക്ലാരിഫൈ ചെയ്യണ്ടേ എന്നുള്ളത് എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഞാനതിൽ ആരെയും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ചോദ്യത്തിന് വ്യക്തതയില്ല. അതിനെ വേണമെങ്കിൽ നുണക്കഥയായിട്ട് എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ. അത് കാരണം ഒരുപാട് പേർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അവർക്കതൊന്ന് കയറി വരണം എന്ന് തോന്നുകയാണെങ്കിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റോറി ചെയ്തത്. പിന്നെ ഇനിയും വന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ആരെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ കമൻറ്റ് ചെയ്യുന്ന വ്യക്തി ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നിയമപരമായ വശങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കമൻറ്റ് ചെയ്താൽ നമുക്കറിയില്ലേ, ഹണി റോസിൻ്റെയൊക്കെ കഥകൾ, അതായത് അതൊക്കെ അവരവരുടെ ഇഷ്ടമാണല്ലേ. നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമാണിത്. സോ അതിൻ്റെ നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ എന്നെ മാനസികമായിട്ട് ഇപ്പം ഞാനതിൽ ആരെയും
എടുത്തു പറയേ, ഒരാളെ വ്യക്തിപരമായിട്ട് ഹേർട്ട് ചെയ്യേ, പേരെടുത്ത് പറഞ്ഞ് പറയേ ഒന്നും ചെയ്തിട്ടില്ല. സോ എന്നെ വന്ന് വ്യക്തിപരമായിട്ട് ഹേർട്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ എനിക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ഞാൻ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിനുള്ള എല്ലാം നിയമപരമായിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. സോ നേരെ പോയിട്ട് അതിൻ്റെ പിന്നാലെ പോകും. ചെറിയ കാര്യത്തിന് എന്താ ഇത്രയും ഇതായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു വ്യക്തി ഞാൻ കുറേ തവണ നെഗറ്റീവല്ല, ഒരു അംഗീകരിക്കില്ല. ഞാൻ എന്ത് ചെയ്താലും അതങ്ങനെയല്ല, ഇതിങ്ങനെയൊന്നും അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആരാണെന്ന് അപ്പോഴും ഒരു ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പിടികിട്ടി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്നെപ്പറ്റി നെഗറ്റീവും പോസിറ്റീവും ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയാത്ത വ്യക്തികളെ ഇതിലോട്ട് വലിച്ചഴക്കേണ്ട ആവശ്യം ആർക്കുമില്ല. ഓക്കെ, ഇത് ഞാൻ പാർട്ട് 1 ബേസ് ചെയ്ത് പറഞ്ഞതാണ്. സോ പാർട്ട് 2 നമുക്ക് പോവാം. അപ്പോൾ ഞാൻ അവിടെ ഡാൻസ് നിർത്തി. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു എനിക്കിനി ഡാൻസ് പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോയിൻസിലാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി അന്വേഷിച്ചു. പക്ഷെ അവിടെ ആ ടീച്ചർ തൃശ്ശൂരിൽ നിന്നുള്ള ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ 1 ഇയർ കഴിഞ്ഞാൽ അവിടുത്തെ വീട് റെൻറ്റിനാണ് ഇരിക്കുന്നത്. വീട് വേണ്ട വെച്ചിട്ട് മകളുടെ പഠിപ്പിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ വന്ന് താമസിച്ചത്. അപ്പോൾ തിരിച്ച് തൃശ്ശൂരിലോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞു. 1 ഇയർ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വീണ്ടും സങ്കടമായി. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു, എനിക്ക് പഠിക്കണം എന്നുണ്ട്. ഇതാകുമ്പോൾ എനിക്ക് സ്കൂൾ ഉച്ച തൊട്ട് വൈകിട്ട് വരെ, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ. സോ എനിക്ക് പോകാൻ വേണ്ടി പറ്റും, ഏതെങ്കിലും ഒരു ടൈം പോകാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ്. മോയിൻസ് സ്കൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. സോ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, തന്നെ ഞാൻ പഠിപ്പിക്കാം, താൻ എപ്പോഴും വരികയാണെങ്കിൽ 1 ഇയർ എല്ലാ ദിവസവും വരികയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അരങ്ങേറ്റം ബാച്ച് ഉണ്ട് 1 ഇയറിൻ്റെ ഉള്ളിൽ, അതിൻ്റെ കൂടെ തനിക്ക് അരങ്ങേറ്റം ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു കോൺഫിഡൻസ് എടുത്തിട്ട് ഞാൻ പിന്നെ ഡെയിലി അവിടേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം കേട്ടോ. അവരൊക്കെ ചോദിക്കും, നീ എവിടുന്നാ വരുന്നത്? ഞാൻ ഫുള്ള് വേർത്ത് കുളിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ പറയും, ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് വരികയാണ് എന്ന് പറയാറുണ്ട്. സോ ഞാൻ അങ്ങനെ ഡെയിലി അവിടെ പോവും, ഡാൻസ് പഠിക്കും. അങ്ങനെ 1 കൊല്ലം പഠിച്ചു ഡാൻസിൻ്റെ. അപ്പം ഞാൻ ഒരു 3 ഡാൻസായിരുന്നു പഠിച്ചത്. ഡെയിലി പോവുമായിരുന്നു. ഡെയിലി ഞാൻ അതിന് എൻ്റെ വീട്ടിൽ എന്നെ പഠിക്കാൻ ഒരുപാട് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുകയെന്ന് പറഞ്ഞില്ലെങ്കിലും ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ അങ്ങനെ ഞാൻ ഡാൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അരങ്ങേറ്റമായി. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേയൊക്കെ ആയിട്ട് ആ ടീച്ചറോട് ചോദിച്ചു, എനിക്കൊരു ഡാൻസ് ടീച്ചർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ അതിനെന്താണ് ചെയ്യേണ്ടത്, എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർക്ക് ഇനി തൃശ്ശൂർ പോയാൽ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തൃശ്ശൂരിലോട്ട് പോകണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ട്രാവലിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ടീച്ചറാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്, കലാമണ്ഡലത്തിൽ പോയി അന്വേഷിച്ചാൽ മതി, അവിടെ പോയാൽ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും, പോയി അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് 10 കഴിഞ്ഞതും, അപ്പോൾ ഞാനൊരു 10ാം ക്ലാസ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു. 10ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ പോയത് കലാമണ്ഡലത്തിലോട്ടാണ്. കലാമണ്ഡലത്തിലോട്ട് പോയപ്പോൾ അപ്പോൾ എനിക്ക് റിസൾട്ട് 10ൻ്റെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് അഡ്മിഷൻ വേണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അവർ പറയല്ല, പൊതുവെ അവിടെയുള്ള റൂളാണ്, നമ്മൾ അവിടെ പോയി അന്വേഷിച്ചതാണ്, അവിടെ 8 തൊട്ടാണ് അഡ്മിഷൻ, പിന്നെ +1 +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കാണ് അഡ്മിഷൻ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ സാരില്ല, +1 +2 കഴിഞ്ഞിട്ട് അപ്പോഴും നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കലാമണ്ഡലത്തിൽ പോയിട്ട് പഠിക്കാം, ഓപ്പൺ അഡ്മിഷനാണ് ഡിഗ്രി, അപ്പോൾ അങ്ങനെ പോയി ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കാണെങ്കിൽ അപ്പം തന്നെ പഠിക്കണം, എനിക്ക് എന്തെങ്കിലും വിചാരിച്ചാൽ അപ്പം തന്നെ അത് സാധിക്കണം. സോ എനിക്ക് അപ്പം തന്നെ ഇങ്ങനെ പഠിക്കണമെന്ന്. അപ്പോഴാണ് എൻ്റെ മൈൻഡിലൂടെ പോയത് ഇങ്ങനെ ഒരു കലാമണ്ഡലം പോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം, ഓട്ടംതുള്ളലിൻ്റെ കുഞ്ചൻ നമ്പ്യാർ നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറേയധികം കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ഒരു കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ഉണ്ട് ലക്കിടിയിൽ. അപ്പോൾ അതിനെപ്പറ്റി കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് പോയി നോക്കുക എന്നുള്ള ഉദ്ദേശത്തിലോട്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. അവിടെ പോയപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി, അവിടെ കുത്തിയത് എന്തോ ഒരു കാല് കുത്തിയത് ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അപ്പോഴും അവിടെ ആൾക്കാരെ കാണുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ആരും കാണുന്നില്ല, നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, നമുക്കൊരു ½ an hour വെയിറ്റ് ചെയ്യുക, ആരെങ്കിലും ഉണ്ടോയെന്ന്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ½ an hour ആകുമ്പോഴേക്കും ഒരാളെ അവിടെ കണ്ടു. അതിൻ്റെ
മാനേജൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ ഡാൻസ് പഠിക്കാനാണ് ആഗ്രഹം, സോ ഇവിടെ അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡോട് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ അഡ്മിഷൻ ആക്ച്വലി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അഡ്മിഷൻ ഇപ്പോൾ ക്ലോസ് ആയി, ഇനിയിപ്പോൾ പക്ഷേ പുതിയ കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല, മെയ് 5-നാണ് കുട്ടികളൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഏപ്രിലായിരുന്നു പോയി അന്വേഷിച്ചത്. അപ്പോൾ വേക്കൻസി ഉണ്ട്, പക്ഷേ ടീച്ചർമാരോട് കൂടി ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ടീച്ചർമാർ പറ്റില്ല എന്ന് പറയുമോ അങ്ങനെയൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ടീച്ചർമാർ യെസ് വന്നോട്ടെ എന്നുള്ള രീതിയിൽ നല്ല 2 ടീച്ചർമാരെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അവരെന്നെ വിളിച്ചു, അവിടെ പോയി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, റിട്ടേൺ എക്സാം, അതുപോലെ നമ്മളവിടെ ഒരു ഡാൻസ് കളിക്കാൻ പറയും. എന്നിട്ട് നമ്മൾ കളിച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. 3 വർഷത്തെ കോഴ്സാണ്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കരുത്, കാരണം ഇപ്പോൾ കുറേയധികം മാറ്റങ്ങൾ വരും. അപ്പോൾ എന്തൊരു കാര്യം നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തത ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് തെറ്റ്, ഞാൻ അവിടെ പോയപ്പോൾ ഉള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ അങ്ങനെ 3 വർഷം അവിടെ ആയിരുന്നു പഠിച്ചത്. അവിടെ പോയപ്പോൾ എനിക്ക് അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആണ്. അവിടുത്തെ പിള്ളേരായാലും ശരി, ടീച്ചേഴ്സ് ആയാലും ശരി, നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അവിടെ പോയാൽ എന്തോ ഒരു റിലാക്സേഷൻ ആണ് കേട്ടോ. അവിടുത്തെ പിള്ളേരൊക്കെ, ഞാൻ അവിടെ ഡെയിലി ക്ലാസ്സസ് ഉണ്ട്, പക്ഷെ എനിക്ക് ചിലത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ പാലക്കാട്ടിൽ നിന്ന് ലക്കിടി എത്തണം. സോ രാവിലെ സ്കൂളും അതും കൂടി അവിടെ പോയി വരലൊന്നും നടക്കുന്നൊരു കാര്യമല്ലാത്തത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ പക്ഷേ ഞാൻ ഈ സാറ്റർഡേ പോകുമ്പോൾ പുതിയ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പിള്ളേർ ചേച്ചി വരൂ പുതിയത് പഠിച്ചിട്ടുണ്ട് കേട്ടോ, പഠിപ്പിക്കാൻ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അത്രയും, എൻ്റെ ബാച്ചിൽ തന്നെയാണ് 3 ബാച്ച് ഉണ്ടാവും അവിടെ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ പഠിപ്പിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും, ഇപ്പോൾ അവിടെ തന്നെ പിള്ളേർ തമ്മിൽ എന്തെങ്കിലും, നമുക്കറിയില്ല പിള്ളേരല്ലേ, എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ഡൗട്ട് ഡാൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഫുൾ ഹാർട്ട് തുറന്നിട്ടാണ് ഞാൻ പോയിട്ട്, എനിക്കിത് അറിയില്ല, ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചാൽ ഫുൾ ഹാർട്ട് ഓപ്പൺ ആണ്. നമുക്ക് ചോദിച്ചതൊക്കെ പറഞ്ഞു തരും, വേണമെങ്കിൽ ചോദിച്ചതിൽ കൂടുതൽ പറഞ്ഞു തരും. അതാണ് എനിക്ക് ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്. പിള്ളേരായാലും എനിക്ക് അതൊക്കെ ഒരു മെമ്മറീസാണ്. എല്ലാവരും, നമ്മൾ 60 പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. എല്ലാവരെയും നമുക്ക് ഓരോ കാരണങ്ങൾ വെച്ച് ഓർക്കാനുണ്ടാവും. നല്ലൊരു ഹാപ്പി വൈബാണ്. പക്ഷേ ഇങ്ങനെ എടുത്തു പറയേണ്ടത്, ഒന്ന് എൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ തേർഡ് ഇയറിലൊരു കുട്ടി പഠിച്ചിരുന്നു, സയന എന്നാട്ടോ പേര്. അവളുടെ പേര് ഞാൻ പറയും, വേറെ ആരുടെയും പറഞ്ഞില്ലെങ്കിലും അവളുടെ പറയും, കാരണം ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവളോട് ഷെയർ ചെയ്തു, എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നറിയില്ല, കാരണം എൻ്റെ അവിടെ നിന്ന് ബസ്സില്ല. സോ അച്ഛൻ അന്ന് പച്ചക്കറി വിൽക്കലായിരുന്നു. അപ്പോൾ അച്ഛൻ പച്ചക്കറി എടുക്കുമ്പോൾ ഇവിടെ നിന്ന് പാലക്കാട് മാർക്കറ്റ് ഉണ്ട്, അവിടെ എന്നെ കൊണ്ടുവിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് പോവുക. അവിടെ പോയാൽ നമുക്ക് സാരി ഉണ്ട്, തല പിന്നിടണം, നമുക്ക് പൊട്ട് വെക്കണം, അങ്ങനെ ഡാൻസിൻ്റെ ഒക്കെ ചെയ്യാനും ഉണ്ട്. സോ എല്ലാം കൂടി ആവും, സ്കൂള് വേറെ, എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഭയങ്കര കുറച്ച് ട്രാവൽ ചെയ്യുക, തിരിച്ചെത്തുക, സാറ്റർഡേ സൺഡേ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്കറിയില്ല എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ആ കുട്ടി 1 ഇയർ ഉള്ളത് കൊണ്ട് നമുക്ക് ഓക്കെ ആയിരുന്നു, കാരണം ഒരാളും കൂടെ ഉള്ളപ്പോൾ ഒരു എനർജി ആണല്ലോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ 3 വർഷം കംപ്ലീറ്റ് ആക്കിയില്ലേ, നിന്നെക്കൊണ്ട് 3 വർഷം കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളത്. അവളുടെ ഒരു മോട്ടിവേഷനാണ് ശരിക്കും മേ ബി എന്നെ, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും എന്നെ 3 വർഷം എത്തിച്ചേന്ന് പറയാം. പിന്നെ അവൾ കളരി പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളെ ഇൻസ്പയേർഡ് ആയിട്ടാണ് ഞാൻ കളരി പഠിക്കാനും പോയത്. ഒരു നല്ല അവൾ എന്നെ ഒരുപാട് ഇൻസ്പയേർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ വേർഡിലൊക്കെ ചിലപ്പോൾ തെറ്റി വരും. ഞാൻ മലയാളം മീഡിയം കേട്ടോ പഠിച്ച്, ചിലവരൊക്കെ തെറ്റി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വോയിസ് അയക്കാറുണ്ട്. ബട്ട് ഇമ്പ്രൂവ് ആവുന്നേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവളായിരുന്നു ഇത്രയും ചെയ്തത്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു, കാരണം ഞാൻ സാറ്റർഡേ സൺഡേ പോകുന്ന നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞു തരും. പിന്നെ ഒരു നല്ല അടിപൊളി വൈബായിരുന്നു 2 ടീച്ചേഴ്സ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കലാമണ്ഡലം ബിന്ദു മോഹനകൃഷ്ണൻ, കലാമണ്ഡലം നിഷ നാരായണനാണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ അവിടെ നമ്മൾ 3 വർഷം, 2 വർഷം മോഹിനിയാട്ടം, 1 വർഷം ഭരതനാട്യമായിരുന്നു. അങ്ങനെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റായി.
വന്നു. പിന്നെ എനിക്ക് കോളേജ് ഉണ്ടായിരുന്നു. ഞാൻ കോളേജ് ഒരു സെക്കൻഡ് ഇയർ ഹാഫൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ നിന്നാണ് കുറേയധികം സപ്പോർട്ട് എനിക്ക് കിട്ടിയത്. എൻ്റെ കോളേജിലത്തെ പിള്ളേർ വേറെ ലെവലാണ്. സോ അവർ നമുക്ക് ആർട്സ് ഡേ ഉണ്ടാവും, എല്ലാത്തിനും ചന്ദ്ര നീ ഇറങ്ങും, ഞാൻ എന്തോ ചെയ്തോട്ടെ അവരെല്ലാത്തിനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഒറ്റയ്ക്കുള്ള സ്റ്റേജസ് ഒരുപാട് കിട്ടിയത് എൻ്റെ കോളേജിൽ നിന്നാണ് കേട്ടോ. ഒരുപാട് സ്റ്റേജസ് കിട്ടിയത് അതുകൊണ്ട് കോളേജും ഞാൻ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊഴിഞ്ഞാമ്പാറ അവിടെയാണ് പഠിച്ചത്. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഞാൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ 5 പേരല്ല, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഗേൾസും ബോയ്സും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ നമുക്കുണ്ടാവുമല്ലോ ഗ്രൂപ്പിസം, എന്തായാലും കോളേജിലുണ്ടാവും. അങ്ങനെ എൻ്റെ ഒരു സറൗണ്ടിങ്ങിൽ നമ്മൾ 5 പേരായിരുന്നു. 5 പേരിൽ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ, ഞാൻ ഡാൻസ് അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഈ 4 പേരും അവർ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. ഈ 4 പേരും ആ സ്റ്റേജിൻ്റെ മുന്നിൽ വന്നിരിക്കും. എന്തിനാ അറിയോ? എന്നെ ക്ലാപ്പ്. എനിക്കിപ്പോൾ പറയുമ്പോഴും രോമാഞ്ചം വരികയാണ് കേട്ടോ. അതായത് അവരവിടെ ഇരുന്നിട്ട് എന്നെ എന്തുമാതിരി ക്ലാപ്പ് അടിക്കുമോ അറിയോ അവർ. ഞാൻ കയറുമ്പോഴും അതെ, ഇറങ്ങുമ്പോഴും അതെ, എന്നെ ഒരു എന്താ പറയുക സെലിബ്രിറ്റി പോലെയായിരുന്നു അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. അത്രയും നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളും അടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ നമുക്കൊരു നല്ലത് വരുമ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു അവർ സംസാരിച്ചിരുന്നത് കേട്ടോ. സംസാരിച്ചിരുന്നത് അവർ അത്രയും ക്ലാപ്പും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡാൻസ്, പിന്നെ അവിടെ നിന്ന് എനിക്ക് മോട്ടിവേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവിടുത്തെ ടീച്ചേഴ്സായാലും നല്ല രസമുണ്ട് നിൻ്റെ ആക്ടിങ്ങും ഡാൻസിൽ വരുന്ന അഭിനയമൊക്കെ, എന്തായാലും ഡാൻസ് വിടണ്ട കേട്ടോ, എന്തൊക്കെ ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് അതിൻ്റെ കൂടെ എടുത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ ഇത്. അതിന് ശേഷം കോളേജ് കഴിയുന്നതും കൊറോണയുടെ വരവും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യും അറിയോ, ഇനിയും നമ്മൾ ഇമ്പ്രൂവ് ആവാറുണ്ട്. ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ പെർഫെക്റ്റ് ഡാൻസർ എന്നുള്ള നിലയിലല്ല ഈ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു പോകുന്നത്. എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. പക്ഷേ എങ്കിലും ഇനിയും ഇങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു സ്റ്റോറി പറയുന്നത് കേട്ടോ. സോ അങ്ങനെ കോവിഡ് വന്നു. എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യണം. ഫ്ലെക്സിബിലിറ്റി ആയിക്കോട്ടെ, വേറെ മുദ്രകളായിക്കോട്ടെ, എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ട്. സോ ഞാൻ ഇങ്ങനെ എന്താ പറയുക, വീഡിയോസൊക്കെ കുറേ അധികം ഡാൻസിൻ്റെ വീഡിയോസ് റെക്കോർഡ് ചെയ്യും. കോവിഡല്ലേ, നമുക്ക് പണിയില്ലല്ലോ, ഫുള്ള് വീഡിയോ ഇടും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഓൺലൈനായിട്ടുണ്ടായിരുന്നു. ഒരു ഉത്തരേന്ത്യയിൽ നിന്ന് ഏതോ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ, ഓൺലൈനായിട്ട്. ചുമ്മാ അതിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഡാൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഡാൻസ് അപ്ലോഡ് ചെയ്ത് അതിന് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ട്. സെക്കൻഡ് പ്രൈസ് 5000 റുപ്പീസ് ആയിരുന്നു. സോ വീണ്ടും ഞാൻ മോട്ടിവേറ്റഡായി. അപ്പോൾ എനിക്ക് ക്യാഷ് അവാർഡ് ആ 250 രൂപയ്ക്ക് ശേഷം കിട്ടുന്ന പിന്നത്തെ ക്യാഷ് അവാർഡാണ് 5000 രൂപ. സോ ഞാൻ വീണ്ടും എക്സൈറ്റഡായി. അടിപൊളി, നമുക്ക് കിട്ടി. ഇപ്പോൾ വീണ്ടും അപ്പോൾ എന്താ, നമുക്ക് ഡാൻസ് ചെയ്യാനും പഠിക്കാനും അങ്ങനെ കുറേ അധികം വർക്ക്ഷോപ്സൊക്കെ അറ്റൻഡ് ചെയ്തു ഓൺലൈനായിട്ട്. അതുപോലെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ അധികം അവൈലബിൾ ആണ്. സോ യൂട്യൂബ് നോക്കി ഇമ്പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് കളരിക്ക് പോയത്. കളരിയിൽ പോയിട്ട് ഡാൻസ് പഠിച്ചു വന്നത്. കളരി പറയാൻ വയ്യ, നല്ല ഒരു കളരി സെൻ്ററായിരുന്നു ഇവിടെ ചന്ദ്രനഗർ ഉള്ളത്, കൈരളി കളരി സംഘം കേട്ടോ. അത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. നമ്മളെ ഭയങ്കര ലിഫ്റ്റ് ചെയ്യുക, ഇവിടെ നിൽക്കുന്ന നമ്മളാണെങ്കിൽ നമ്മളെ ഇവിടെ എത്തിക്കുക. അങ്ങനെ നല്ലൊരു കളരി അങ്ങനെ പോയി പഠിച്ചു, ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ അവിടെ 1 കൊല്ലം പഠിക്കുമ്പോഴേക്കാണ് എനിക്ക് UK-ലേക്കൊക്കെ എൻ്റെ ഡാൻസിന്, അതിൻ്റെ കഥ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ആ പറഞ്ഞതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എങ്ങനെ ഞാൻ UK-ൽ പോയി എന്നുള്ളത് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്. വീഡിയോ ഇടയ്ക്ക് ബ്രേക്കായി കേട്ടോ. സോ ഞാൻ പാർട്ട് 1 ഞാൻ ഈ സ്റ്റോറി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി ചെയ്യുന്നതെന്നുള്ളത്. എന്താണ് അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ UK പോയത് അതൊന്നുമല്ല എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്. എന്നെ ഒരു സ്കൂൾ, അവിടുത്തെ തന്നെ ഒരു റെപ്യൂട്ടഡ് സ്കൂളാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അവിടെ പോയതുമല്ല എൻ്റെ ഒരു ബിഗ് അച്ചീവ്മെൻറ്റ്. അവിടെ പോയ ശേഷം ആ ഒരു സ്കൂൾ എന്ന് പറയുന്നത് എല്ലാ ഡാൻസ് ഫോമും എക്സ്പീരിയൻസ് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സ്കൂളാണ്. നാഷണൽ ഡാൻസ്, അതായത് എല്ലാം വേൾഡ് വൈഡുള്ള എല്ലാ ഡാൻസും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഓണർ ആയിക്കോട്ടെ, അവിടെ ഡാൻസ് ടീച്ചർക്ക് 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എല്ലാ ഡാൻസും അറിയാം. ഈവൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് അടക്കം അവർ ഓൾറെഡി ഒരാളുടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ അവർക്ക്
അവർക്ക് എന്തോ അവരൊരു വൈറ്റ് പേഴ്സൺ ആയതുകൊണ്ട് അവരെ എന്തോ ഇങ്ങനെ ചെയ്തു, എന്തോ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു, അതുകൊണ്ട് അവർ കരഞ്ഞിട്ട് പിന്നീട് അത് പഠിക്കാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എൻ്റെ അടുത്തുനിന്ന് പഠിക്കുകയാണ് ചെയ്തത്. സോ എൻ്റെ അടുത്തുനിന്ന് പഠിക്കുമ്പോൾ അവർ എൻജോയ് ചെയ്താണ് പഠിച്ചത്. അവർക്ക് ഓൾറെഡി എല്ലാം ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എല്ലാ കാര്യങ്ങളും അങ്ങനെ. പക്ഷെ അത് മാത്രമല്ല, അവർക്ക് ഇന്ത്യൻ, പോർച്ചുഗീസ്, ചൈനീസ്, ട്യൂണീഷ്യൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ എല്ലാ ഡാൻസും അറിയാം. ഒരു ഡാൻസ് എന്നല്ല, വേൾഡ് വൈഡുള്ള എല്ലാ ഡാൻസും അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അവരുടെയൊക്കെ കോസ്റ്റ്യൂം, ഇപ്പോൾ ചൈനീസിൻ്റെയൊക്കെ കോസ്റ്റ്യൂം നല്ല രസമാണ് കേട്ടോ, അവരുടെ ഡാൻസ് കോസ്റ്റ്യൂം ഇങ്ങനെ കണ്ണെപ്പോഴും. അതുപോലെ തായ്ലാൻഡ് ഏറ്റവും ടഫസ്റ്റ് വണ്ണാണ് തായ്ലാൻഡിൻ്റെ ഡാൻസ് ഫോംസ്. അതിൽ നമ്മൾ നെയിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ അതിൻ്റെയൊക്കെ ക്രൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈവൻ കഥകളിയിലൊക്കെ വെക്കുന്ന പോലെ വെയിറ്റുള്ള ക്രൗൺസാണ്. അതൊക്കെ തലയിൽ വെച്ച് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതാണ് എൻ്റെ ഞാനൊരു പെർഫെക്റ്റ് ഡാൻസർ അല്ല എങ്കിൽ പോലും ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെയാണ് പറഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് പറയും. സോ അങ്ങനെ അല്ലെങ്കിൽ പോലും എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമായിരുന്നു ഇവിടെ എത്ര ഡാൻസസ് ഉണ്ടാവും. സോ എല്ലാ ഡാൻസും ഒരുമിച്ച് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി പറ്റി. അതാണ് എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്. അതാണ് ഞാൻ അച്ചീവ്മെൻ്റായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ എന്തുകൊണ്ട് വീണ്ടും യു കെയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് അവിടെ പോയാൽ ഹെൽത്ത് അധികം ശരിയാവാറില്ല. പിന്നെ നമുക്കൊരു ഡോക്ടറെയൊക്കെ അവിടെ കാണണമെങ്കിൽ നമ്മൾ കാല് പിടിച്ച് അയ്യോ വയ്യ എനിക്ക് അത്ര നമ്മൾ കരഞ്ഞു പറഞ്ഞാൽ പോലും കാണാൻ പറ്റില്ല. അവിടെ നിന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടി. അവർ പറയും വെള്ളം കുടിക്കൂ, വെള്ളം കുടിക്കൂ, വെള്ളം കുടിക്കൂ. സോ അവിടുത്തെ അതൊരു പ്രശ്നമുള്ളത് കൊണ്ടും ഹെൽത്ത് വൈസ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഭയങ്കര പ്രശ്നമായി. അതുകൊണ്ടുമാണ് ഞാൻ പോവാതെ, ആ ഒരു പേടിയുള്ളത് കൊണ്ടാണ് പോവാതെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. സോ അങ്ങനെ നമ്മൾ ഡാൻസ് ചെയ്തിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നത്. ഇപ്പോഴും പെർഫെക്റ്റ് ഒന്നും അല്ല. പിന്നെ കുറേ പേര് ഞാൻ ദേഹനക്കാതെ കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനുള്ള കാരണം എന്താ പറഞ്ഞാൽ, ഡാൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റ് ഇനി ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നിർത്താം കേട്ടോ. ഡാൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയിൽ ഒരു പോസിറ്റീവ് സർക്കിള് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒന്നാവണം ഡാൻസ് എന്നാണ് വേറൊരു കൺസെപ്റ്റ്. 2 മനസ്സിലാവണം ആൾക്കാർ. നമ്മൾ ഓഡിയൻസിനെ നോക്കിയിട്ട് വേണം ഡാൻസ് ചൂസ് ചെയ്യാനും കളിക്കാനും വേണ്ടിയിട്ട്. ഒന്നും അറിയാത്തവരുടെ മുന്നിൽ പോയി നമ്മൾ വർണ്ണം കളിച്ചു എന്ന് വെക്കുക ഡാൻസിൽ, അവർക്കൊന്നും മനസ്സിലാവില്ല, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ഇരിക്കുന്നവർക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി തോന്നണം. സോ അവരുടെ ഒരു അത് നോക്കിയിട്ടാണ് നമ്മൾ ഡാൻസ്. ഞാൻ എന്തുകൊണ്ട് ദേഹം അനങ്ങി കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് ഉള്ള സ്റ്റുഡൻസൊക്കെ എബ്രോഡ് ഉള്ളതാണ്. എബ്രോഡ് മീൻസ് ആരും ഇന്ത്യൻ സിറ്റിസൺ അല്ല, ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. അതുപോലെ ഫ്രാൻസിലത്തെ ഒരാളാണ്. സോ പിന്നെ USA എന്നുള്ള ഒരാളാണ്. സോ അവരൊക്കെ അവിടുത്തെ സിറ്റിസൺസ് ആണ്. അവർക്ക് ഈസിയാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ. ഞാൻ അവർ പറയാറുണ്ട്, അറിയില്ല അതും ഫുള്ള് പെർഫെക്റ്റ് ഒന്നുമല്ല, അവർക്ക് ഇഷ്ടം എൻ്റെ എക്സ്പ്രഷനാണ്. അതുകൊണ്ട് അവരുടെ ഒരു ഇഷ്ടം എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ അവരെൻ്റെ ഡാൻസിൻ്റെ വീഡിയോ, അവരെൻ്റെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട്. പക്ഷെ അവർക്ക് മലയാളം അറിയില്ല. അതുകൊണ്ട് എൻ്റെ ഡാൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കാണും, അവർ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനും ഐ മൂവ്മെൻറ്റ്സൊക്കെയാണ് അവർ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ അവർക്കും കൂടി പറ്റുന്ന പോലത്തെ ഡാൻസസ് ഇങ്ങനെ ചെയ്യുന്നത്, ഹെവി ആയിട്ടുള്ള ഡാൻസസ് ഒന്നും ചെയ്യാത്തത്. പിന്നെ ഞാനൊരു മടിച്ചിയാണ്, പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു മൂഡ് തോന്നിയാൽ മാത്രമേ ഞാൻ അത്രയും ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ എടുക്കാനൊക്കെ നിൽക്കത്തുള്ളൂ കേട്ടോ. കുറേയധികം പേര് എൻ്റെ ഒരു സ്റ്റോറിയും ഇതൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്തത്. പിന്നെ എല്ലാവർക്കും പഠിക്കാം, ഡാൻസിന് ഒരു ഏജും ഇല്ല. ഈവൻ എൻ്റെ അടുത്ത് ഒരു 86 വയസ്സായ ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. ആൾ എൻ്റെ നിന്ന് ഡാൻസ് പഠിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് റെഗുലർലി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. എങ്കിലും ആളത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് പഠിക്കുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് ഒരു കാര്യം പറയുക, അതായത് നമുക്ക് എൻജോയ് ചെയ്യാം, പഠിക്കുന്ന ആൾക്കും എൻജോയ്മെൻറ്റ് ഉണ്ടാവണം, പഠിപ്പിക്കുന്ന എനിക്കും ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവണം. നമ്മൾ അവരുടെ ഒരു പോസിറ്റീവ്നെസ് നിറയ്ക്കണം. കാരണം ഇന്നത്തെ ഒരു കാലത്ത് എല്ലാവരുടെയും നെഗറ്റീവ്സാണ്. സോ എന്തെങ്കിലും മൂലം നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റണം. അതുമാത്രമാണ് ഞാൻ ഡാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ്. ഞാൻ ഞാനൊരു വലിയ ഡാൻസറാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് എൻ്റേതായ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത്
ഞാൻ മുന്നേ ഡാൻസ് പഠിപ്പിച്ചിരുന്നു വീട്ടിൽ. പിന്നെ യു കെയിലേക്ക് പോയ ശേഷം പിന്നെ മാരേജൊക്കെ വന്നപ്പോൾ വീട്ടിൽ നിർത്തിയതാണ്. ഓൺലൈനായിട്ട് ഇപ്പോൾ പ്രൈവറ്റ് ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ പിള്ളേർ, അവരോട് ഞാൻ പറയും, ഞാനില്ലെങ്കിൽ പോലും നിങ്ങളവിടെ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യണം, ഒറ്റയ്ക്ക് നിങ്ങൾ ഡാൻസ് കളിച്ചോ, തെറ്റോ ശരിയോ നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടോ നിങ്ങളത് അവിടെ കളിക്കണം, ഒറ്റയ്ക്ക് വീഡിയോ നോക്കി പഠിക്കുക, എൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലും നിങ്ങളവിടെ കളിക്കണം. അങ്ങനെയാണ് ഞാൻ പറയുക ആ പിള്ളേരോടൊക്കെ, ഉണ്ടായിരുന്ന പിള്ളേരോടൊക്കെ. അതുതന്നെയാണ് ഞാൻ ഇവിടെയും പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ യെസ്, എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയണം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.